ആമേ. ചെങ്കടല് കിടന്ന് അക്കരെ കയറി, വലിയ ബന്ധനം അഴിഞ്ഞു. പക്ഷെ മരുഭൂമി മുഴുവനും കഷ്ടതയും പ്രയാസമാണ്. അതിലെ നടക്കാതെ കനാൻ ദേശത്തെത്താൻ. അപ്പൊ സ്വർഗീയ കനാനിൽ എത്തണമെങ്കിൽ ശോധനയില്ലാതെ നടക്കത്തില്ല. അത് സുഖകരമാണ്, അത് കൂടി ഉണ്ടാക്കുന്ന വഴിയാണെന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ വചനം പഠിച്ചിട്ടില്ല. മനസ്സിലായോ? അവരക്ഷരീക കനാനിലേക്ക് പോണു, നമ്മൾ സ്വർഗീയ കനാനിലേക്ക് പോണു. മരുഭൂമി വെള്ളമില്ല, മരുഭൂമിയിൽ ആഹാരമില്ല, അവിടെ ഹോസ്പിറ്റലില്ല, അവിടെ കറണ്ട് ഇല്ല, അവിടെ ഒന്നുമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ദൈവം തരണം എന്ന് പറഞ്ഞതുപോലെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അനേക പ്രതിസന്ധിയുണ്ട്. അല്ലാതെ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആമേൻ. അത് നിങ്ങൾ ആദ്യമേ തിരിച്ചറിയണം കേട്ടോ. സ്തോത്രം പറഞ്ഞേ. അബ്രാഹാമിനെ ആദ്യമേ ദൈവം ഒരു പരീക്ഷ, ചാർച്ചക്കാരെ വിടണം, ഋതുഭവനം വിടണം. ആ പരീക്ഷ അബ്രാഹാം പാസ്സായി. രണ്ടാമതൊരു പരീക്ഷ സാമ്പത്തികം, ദേശം മുഴുവനും മുമ്പിൽ കൊടുത്തു. പുള്ളി 1 സെന്റ് സ്ഥലം പോലും എടുത്തായിട്ട് ബൈബിളിൽ കാണുന്നില്ല. പക്ഷെ ലോട്ട് എന്ത് ചെയ്തു? നീരോട്ടം ഉള്ളത് തെരഞ്ഞെടുത്തു. സ്തോത്രം. അതിലും അബ്രാഹാം വിജയിച്ചു. അബ്രാഹാം എന്ത് ചെയ്തില്ല, ഒന്നും എന്നും പറഞ്ഞ അബ്രാഹാമിന് നന്മ കുറഞ്ഞോ? 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ഒന്നിച്ച് പാർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അബ്രാഹാം തെരഞ്ഞെടുത്തില്ല, പക്ഷെ ദൈവം കൊടുത്തു. അതുകൊണ്ട് ഭൗതിക നന്മ വെട്ടി ഉണ്ടാക്കണ്ട, വിളിച്ചവൻ തരാൻ വിശ്വസ്തനാണ്. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കാനൊന്നും പോകണ്ട, അത് വിജയിക്കത്തുമില്ല കേട്ടോ. ഓക്കെ. അപ്പം ആ പരീക്ഷയും പുള്ളി പാസ്സായി. സാമ്പത്തികം. മൂന്നാമതൊരു പരീക്ഷ, ആ വീട്ടിൽ ഏറ്റവും വിലയുള്ളത് ഇസഹാക്ക, അതിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിലും പുള്ളി പാസ്സായി. ഇങ്ങനെ ശോധനയിൽ കൂടെ പോകാതെ ആർക്കും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. ആർക്കും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. പിന്നെ നിങ്ങൾ നോക്കിക്കേ, ദൈവം 2 പ്രാവശ്യം പത്രോസിന് മീൻ കൊടുത്തു. അതെന്താന്ന് നിങ്ങൾക്കറിയാം? ആദ്യത്തെ പ്രാവശ്യം പടക് മുങ്ങുമാറാകുവോളം കൊടുത്തിട്ട് കർത്താവ് ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടിയില്ല. കർത്താവ് ഒന്നും മിണ്ടിയില്ല. അതിനെ പൊട്ടലാണോ കർത്താവ് ഒന്നും മിണ്ടാത്തത്? പടക് മുങ്ങാൻ തുടങ്ങുമോ മീന്? ഒന്നും മിണ്ടിയില്ല. എന്നാ മിണ്ടാത്തെന്നറിയോ? ഈ നന്മ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇവനെ എന്താ ചെയ്യാൻ പോണെന്ന് കർത്താവ് നോക്കുക. ഇവനിതെല്ലാം കൂടെ വാരി കയറ്റി മാർക്കറ്റിൽ പോകുവോ, അത് തന്ന എന്റെ പാതപിടുത്തങ്ങൾ വീഴുവോ എന്നറിയാനായി മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം പറഞ്ഞേ. പത്രോസ് ഇതെല്ലാം കൂടെ വാരി കയറ്റി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയൊരു ലോറി പിടിച്ച് മാർക്കറ്റിൽ പോയില്ല, ഓടിച്ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണ്. ഇതറിയാൻ വേണ്ടിയാണ് യേശു മിണ്ടാതിരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇവിടെ ജോലിയും പല നന്മകളും ഒക്കെ തന്നുവെച്ച് പുള്ളി മിണ്ടാതിരിക്കുക എന്താണെന്നറിയോ? തന്ന പുള്ളിയെ നിങ്ങൾ ആരാധിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന് ഉറപ്പായി, ഇവൻ മാർക്കറ്റിൽ പോകുന്നതല്ല, ഇവൻ ഞാനാണ് വലുത്. ഈ മീനിനേക്കാൾ. രണ്ടാമത് മീൻ കൊടുത്തില്ല, 153 വലിയ മീൻ. എന്നിട്ട് കർത്താവ് ചോദിച്ചെന്താ? മീൻ കൊടുത്തു, നീ എന്നെ സ്നേഹിക്കുന്നോ? വീണ്ടും നീ എന്നെ സ്നേഹിക്കുന്നോ? വീണ്ടും നീ എന്നെ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം, ഞാൻ ഇപ്പൊ തന്ന 153 വലിയ മീനിനേക്കാൾ, എന്ന് പറഞ്ഞ പണത്തെക്കാളും ഈ നന്മയെക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നറിയാനാണ് ഇതങ്ങോട്ട് കൊടുത്തത്. അപ്പൊ കർത്താവിന് മനസ്സിലായി, ഇവന് 153 മീനല്ല, ഇവന് സ്നേഹം എന്നോടാണെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാ കേട്ടോ. സാലറി ഒക്കെ കൂട്ടി തന്നേച്ച് കർത്താവ് മിണ്ടാതിരിക്കും. കാര്യം എന്നറിയോ? നിങ്ങൾ ജോലിയേക്കാൾ അധികം ഈ കൂട്ടി തന്ന പുള്ളിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. ഉണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ഇനി അവസരങ്ങൾ കളയരുത്. ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും. എന്താ കാര്യം?
രക്താസ്രവക്കാരത്തി അന്ന് യേശുവിനെ തൊട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ തൊടാൻ പിന്നെ അവർക്ക് കഴിയുകയില്ല. എന്താണെന്നറിയാമോ? യേശുവിന്റെ അവസാന യാത്രയാണ്. അതുകൊണ്ട് ആ സമയം അവൾ യേശുവിനെ തൊട്ടതുകൊണ്ട് സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ടൊന്ന് ഞാൻ പറയുന്നു, നമ്മുടെ മുൻപിലുള്ള ആത്മീക സമയം പലപ്പോഴും തള്ളിക്കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നന്മ പ്രാപിക്കാൻ നമുക്ക് കഴിയുകയില്ല. അവളത് അന്നത് തൊട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്? സൗഖ്യം പ്രാപിച്ചു. മനസ്സിലായെന്ന് ഞാൻ കരുതുക. എല്ലാരും പറയും ഭാഷ വഴി തുറക്കുന്നില്ല, വഴി തുറക്കുന്നില്ല, വഴി തുറക്കുന്നില്ല. ആമേ, പ്രാർത്ഥിക്കാം, കർത്താവ് വഴി തുറക്കും. 4 പേര് കൂടി ഒരാളെ ചുമന്നോണ്ട് വന്ന കാര്യത്തിന് നമുക്കറിയാം അല്ലെ? തളർവാദ രോഗി 4 പേര് കൂടി. അത് ചെറുപ്പക്കാരായിരിക്കാനാ സാധ്യത. അവര് ഈ മനുഷ്യൻ തളർന്നു കിടക്കുക, ഈ മനുഷ്യനെ എങ്ങനെയും സൗഖ്യമാക്കണം. അവനെ ചുമന്നുകൊണ്ട് വരിക. അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിക്കുക, ദൈവവേലയുടെ ചില ഭാരങ്ങൾ നിങ്ങളോട് ചുമക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിന് തയ്യാറാണോ? അതൊക്കെ പാസ്റ്റർമാര് വേണം ചെയ്തോളാം, ഞങ്ങളിവിടെ വന്നിരുന്നേച്ചങ്ങ് പറ്റുമോ നിങ്ങൾക്ക്? അവനെ ചുമന്നോണ്ട് യേശുവിന്റെ അടുക്കൽ പോകാൻ അവർ തയ്യാറായി. അങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് തയ്യാറാണോ? ഒരു നന്മ പ്രവൃത്തിക്ക് തയ്യാറാണോ? മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ചില ഭാരങ്ങൾ ചുമക്കാൻ തയ്യാറാണോ? അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അമേൻ. അവർക്കും അനുഗ്രഹം, നമുക്കും അനുഗ്രഹം. സ്തോത്രം. അവന്റെ വിടുതൽ പുരുഷാരം നിമിത്തം അകത്ത് കടക്കാൻ കഴിയുന്നില്ല. വാതിൽ അടഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു. അടഞ്ഞതല്ല, ഈ പുരുഷാരം അടച്ചു, അവരടച്ചിരിക്കുക. ഇവരങ്ങ് വിഷമിച്ചു, വാതൊക്കെ കൂടെ നോക്കി അടഞ്ഞു, ജനല് വഴി നോക്കി അടഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തില്ല. ഇവരേതായാലും ഇവരെ ഇട്ടേച്ച് പുറകോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. പുറകോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ആമേൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? സാഹചര്യം അനുകൂലമല്ല എന്നിട്ടും അവരെടുത്ത ചുമട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല, ഇട്ടേച്ച് പോകാൻ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളും സാധ്യതകളും അനുകൂലമല്ലാതെ വന്നപ്പോൾ പലതും ഉപേക്ഷിച്ച് കളഞ്ഞു, വേണ്ടെന്ന് വെച്ചു. അതിന് നിങ്ങൾ ഇതിനെ ദൈവത്തെ കുറ്റം പറഞ്ഞു. നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിന് ദൈവമാണ് ഉത്തരവാദി. ഹല്ലേലൂയ പറഞ്ഞേ. അവരവിടെ നിൽക്കുക, കഥയൊക്കെ അടഞ്ഞിട്ടും അവിടെ നിൽക്കുക, പോയില്ല. എന്താ കാര്യം? അവരവിടെ നിൽക്കാനുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മർക്കോസ് 2-ാം അധ്യായമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അവരുടെ നിൽക്കുക, ഉറച്ചു നിൽക്കുക. നിൽക്കാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ കാലുള്ളത് കൊണ്ടല്ലേ, നമ്മൾ വിചാരിക്കുന്ന കാലം കൊണ്ടല്ലേ. യേശു പറയാ, ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം അടിവരയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അവരുടെ ഉള്ളിലെ വിശ്വാസം അത് ഇട്ടേച്ചു പോകാൻ അവർ തയ്യാറാകുന്നില്ല. അവരാ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ വഴികളൊക്കെ അടയുമ്പോൾ, വാതിലുകളൊക്കെ അടയുമ്പോൾ, എല്ലാ സാധ്യതകളും അടയുമ്പോൾ എന്റെ ദൈവം കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കാതെ അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്. തീരുമാനമെടുക്ക, എന്തു വന്നാലും ഞാൻ ഇറങ്ങിയ സ്റ്റെപ്പ് പുറകോട്ട് ഞാൻ പോകില്ല. ഞാൻ എടുത്ത ഈ ചുമട് ഞാൻ താത്തു വെക്കില്ല. ഞാൻ ചെയ്യുന്ന ഈ നന്മയുടെ വേല ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഈ മനുഷ്യനെ ഇട്ടേച്ച് പോകില്ല. ഞങ്ങൾ ഇവരെ എടുത്തെങ്കിൽ ഇവന് സൗഖ്യം കിട്ടുന്നത് വരെ ഇവന് വേണ്ടി ഞങ്ങൾ ഈ ഭാരം ചുമന്നോണ്ട് ഇവിടെ നിൽക്കാൻ അവർ ഉറച്ച തീരുമാനമാ. ആമേൻ. സ്തോത്രം. ചിലരൊക്കെ ഇറങ്ങി, ചില പ്രതിസന്ധിയൊക്കെ വന്നപ്പോ ഇട്ടേച്ച് പോയി. ആമേ, ഞാൻ വർഷം 39 പാസ്റ്റർ പണി തുടങ്ങിയിട്ട്. അല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, 39 വർഷമൊക്കെ ഒരു പാസ്റ്റർ ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് വേണം പിടിച്ചു നിൽക്കണം ദൈവമക്കളെ.
പിടിച്ചു നിൽക്കണം. പ്രതിസന്ധികൾ നന്മയൊക്കെ കർത്താവ് നമുക്ക് തരും, നമ്മൾ ഒന്നിനും എന്ത് ചെയ്യണം. ഇനി വളഞ്ഞ വഴി കൂടി ചാടുക എന്നിരിക്കട്ടെ. അബ്രാഹാം ഒരു ചാട്ടം കുറുക്കു വഴി എങ്ങോട്ടാ? മിസ്രൈമിലേക്ക്. അങ്ങോട്ട് പോകാൻ ദൈവം പറഞ്ഞോ? കനാൻ ദേശത്ത് വന്നിട്ട് ക്ഷാമമാ. ആ പുള്ളി എന്ന് ചോദിക്കണ്ട, കർത്താവെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്ഷാമമാ, നീ പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്, നീ എന്നെ വിളിച്ചതാ, അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കട്ടെ. ചോദിച്ചില്ല, പുള്ളി ഒരു വഴിയൊക്കെ കണ്ടുപിടിച്ചു. ഒക്കെ ഇവരെല്ലാരും ഇങ്ങനെ കണ്ടുപിടുത്തക്കാരായി. വിളിച്ച ദൈവത്തോട് ആദ്യം മുട്ടുമടക്കി പ്രാർത്ഥിയില് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ പുള്ളി പറയും നമ്മളോട്. ഹല്ലേലൂയ പറഞ്ഞ് വിളിച്ചിറക്കിയ ദൈവത്തിന് നമ്മെ നടത്താൻ അറിയാം. ചോദിച്ചില്ല, ആലോചന വേണ്ട, അല്ലപ്പാടും വേണ്ട. പുള്ളി ഇവിടെ വന്നത് എങ്ങനെയാ? വാക്തത്വം ഇവിടെ വന്നത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞ വാക്തത്വം കൊടുത്ത് കൊണ്ടുവന്ന പുള്ളി. ആ വാക്തത്വം കൊടുത്തവരോടൊന്നും ചോദിക്കണ്ട. അതുകൊണ്ട് എന്തേലും വരുമ്പോഴത്തേലും പാസ്റ്റർ പറഞ്ഞ് വിശ്വാസി എന്ന് പറഞ്ഞ് ചാടി കയറി ഇട്ടേച്ച് പോരുന്നു. വാക്തത്വം വിളിച്ചവനോട് ചോദിക്കണം. കർത്താവേ, പ്രശ്നങ്ങളാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ മുമ്പോട്ട് പോണം, ചോദിക്കണം. ചോദിച്ചില്ല, പുള്ളി പോയി. അതുകൊണ്ട് എന്ത് പറ്റി? ഭാര്യ വേറൊരുത്തന്റെ കൊട്ടാരത്തിൽ പോയി. അമ്മേ, പിന്നെ കള്ളം പറഞ്ഞു, ഭാര്യ പെങ്ങളാണെന്ന് പറഞ്ഞു. ഇല്ലാത്ത പ്രശ്നം മൊത്തം ഉണ്ടായി. കുറച്ച് പൈസ കിട്ടി. ഹാഗേർ മുഖാന്തരം അല്ലെങ്കിൽ സാറാ മുഖാന്തരം കുറച്ച് നന്മ കിട്ടി കേട്ടോ, പണം കിട്ടി. ആട്, മാടുകള്, കന്നുകാലികൾ, ആ കൂടെ ദാസിയും ഒക്കെ കിട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേന് വഴക്കും ബഹളവും. ആ വഴക്ക് ഇന്നും തീർന്നിട്ടില്ല. ഇന്നും ഇസ്മായേലിന്റെ സന്തതിയും ഇസഹാക്കിന്റെ സന്തതിയും ഇന്ന് വടിയാ. ഹല്ലേലൂയ പറഞ്ഞേ. ആ വഴക്ക് ഇത്രയും വർഷമായിട്ട് തീർന്നിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് വടി നടന്നുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി 15 കിടപ്പുണ്ട്. അവൻ തന്റെ സഹോദരനെതിരെ പാർക്കും. എതിരെ 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 കേട്ടോ. അവൻ തന്റെ സഹോദരനെ എതിരെ. സഹോദരൻ യഹൂദനും ക്രിസ്ത്യാനിയാ. സ്തോത്രം. യഹൂദനും ക്രിസ്ത്യാനിയാ സഹോദരങ്ങളെ. അവർക്കെതിരെ. അവര് വലത്തോട്ട് കൊടുത്താൽ ഇവർ ഇടത്തോട്ടെ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അവരെ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയാ? നൈറ്റ് പെണ്ണുകളല്ലേ, ഇവിടെ ആളുകളാ. നേരെ എതിരാ. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ? തല തുണി ഇടുന്ന പെണ്ണുങ്ങളല്ലേ, ഇവിടെ നേരെ തിരിച്ച് ആളുകളാ. മുഴുവനും എതിരാ. സഹോദരങ്ങൾ എന്ത് കാണിക്കുന്ന നമ്മളെല്ലാം വലത്തോട്ട് എടുത്തു, അവരിടത്തോട്ട് എഴുതത്തോളൂ. പ്രവചനമാണ് അത്. പൊട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ശ്രദ്ധിച്ച് കേക്ക് കേട്ടോ. വചനത്തിലോട്ട് വേഗം വരാൻ ഞാൻ. ആ ചുമട്ടുകാരവിടെ നിന്നു, അവരിട്ടേച്ചേ പോയില്ല. കട്ടിലോടെ ചുമന്നു. അമേ ഇട്ടേച്ച് പോയില്ല, വിശ്വാസത്തോടെ. വീട്ടുകാരും കൂടിയവരും എല്ലാവരും കൂടെ കൂടി മേൽക്കൂര പൊളിച്ചു ഒരു വാതിലുണ്ടാക്കി. ഇപ്പൊ വാതിലുണ്ടായത് കണ്ടോ? വന്നപ്പോ വാതിലുണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? വിശ്വാസത്തോടെ ഉറച്ചു നിന്നാൽ ഇല്ലാത്ത വാതിൽ സ്വർഗം നിനക്ക് വേണ്ടി ഉണ്ടാക്കി തുറക്കും. ഹല്ലേലൂയ പറഞ്ഞ്. വിശ്വാസത്തോടെ ഉറച്ചു നിന്നാൽ ഇല്ലാത്ത വാതിൽ നിന്റെ മുൻപിൽ ദൈവം ഉണ്ടാക്കി നിനക്ക് വേണ്ടി തുറക്കും. അങ്ങനെ ഒരു വാതിൽ ആ വീടിനില്ല. ആ വീടിൽ ആ വാതിൽ ഉണ്ടാക്കിയതാ, പൊളിച്ചുണ്ടാക്കിയതാണ് അവര്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? ഇന്നോട് തീരുമാനം എടുത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വയസ്സ് 65 അടുക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 39 വർഷമായി ശുശ്രൂഷയിലായിട്ട് അതിന് പുറയിലെ രക്ഷിക്കപ്പെട്ട് 45 വർഷത്തിലധികമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടു. ഹല്ലേലൂയ പറഞ്ഞ്. ഇന്നും ഇന്നലെ അല്ല, വർഷം 45ആയി. 45 വർഷത്തെ എന്റെ വിശ്വാസ ജീവിതത്തിൽ അബ്രാഹാം പറഞ്ഞവർ ഒന്നേ എനിക്ക് പറയാനുള്ളൂ: യഹോവയിലെ കർത്താവ് കരുതും. കർത്താവ് ഇന്ന് വരെ കരുതി. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അബ്രാഹാമിനെ വിളിച്ചത് 75 വയസ്സിൽ, 100 വയസ്സിൽ ഇസഹാക്ക് ഉണ്ടായി. അപ്പോൾ 25 വർഷം കഴിഞ്ഞു. ആ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നത് 17 വയസ്സിൽ. അപ്പോൾ 42 വർഷം. ആ 42 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് മോനോട് പറഞ്ഞു, മോനെ 42 വർഷമായി ഞാൻ ഇറങ്ങിയിട്ട്, യഹോവയിലെ
കർത്താവ് കരുതും. ഹല്ലേലൂയ. കാരണം സ്തോത്രം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വൈകിട്ട് എവിടെ കിടക്കുമെന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ ആട്ടിൻകുട്ടിയെ ഞാൻ എവിടെ കയറ്റി കിടത്തും, ആട്ടിൻകുട്ടികൾക്കൊക്കെ എവിടുന്ന് വെള്ളം കിട്ടും, എന്റെ കൂടെയുള്ള ദാസന്മാരും അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ രാത്രി എവിടെ ഉറങ്ങും, ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. ഇറങ്ങാൻ പറഞ്ഞപ്പോ പുള്ളി ഇറങ്ങി. ആട്ടിൻകുട്ടിക്ക് വേണ്ടി കരുതിയവൻ, ദാസന്മാർക്ക് വേണ്ടി കരുതിയവൻ, വെള്ളവും വീടും സകലതും കരുതിയവൻ, അനുഭവം വെച്ചോണ്ടാ പറഞ്ഞത് യഹോവ ഇരയെ കരുതും. അല്ലാതെ കണ്ട് ആമേ ചുമ്മാ ഒരു പ്രവചനം പോലെ വാക്കൊന്നും വിളിച്ചു പറഞ്ഞല്ല, അനുഭവിച്ച കാര്യമാ പുള്ളി പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കളെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മളെ മാനിച്ചിരിക്കും, വഴി തുറന്നിരിക്കും. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. അമർത്തിക്കുലിക്ക് കവിയുന്നാണ്. വേല ചെയ്യണം, ചുമ്മാന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ് നല്ലപോലെ പണിയെടുക്കണം. സുവിശേഷ വേലയാണെങ്കിൽ ശരിക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതൊന്നും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയൊക്കെ പുറകെ 17 വർഷം 18 വർഷം 20 വർഷമൊക്കെ നടത്തിയാണ് ഓരോരുത്തരെ ധ്യാനപ്പെടുത്തി എടുത്തോണ്ട് വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. നന്ദി പറയാം കേട്ടോ. അപ്പോൾ ഇല്ലാത്ത വാതിൽ ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? ഇപ്പൊ ആ വാതിൽ എങ്ങനെയാ ഉണ്ടാക്കിയത്? മേൽക്കൂര പൊളിച്ചു. ആമേ. പാരമ്പര്യത്തിന്റെ ചില മേൽക്കൂരകളെ, പാപത്തിന്റെ ചില മേൽക്കൂരകളെ, നമ്മുടെ ജീവിതത്തിൽ തടസ്സമായ ചില മേൽക്കൂരകളെ നമ്മൾ പൊളിച്ചാലേ വാതിൽ ഉണ്ടാകത്തുള്ളൂ. അതിരിക്കുന്നത്രയും കാലം വാതിൽ ഉണ്ടാകത്തില്ല. സ്വത്രം പറ. ഇന്ന് ആ മേൽക്കൂര അങ്ങ് പൊളിച്ചു കളഞ്ഞു. ആ മേൽക്കൂര നീങ്ങിയപ്പോൾ ഒരു വിടുതലിന്റെ വാതിൽ. കിടക്കയെടുത്ത് നടക്കാം. കിടക്കയോടെ ഈ ചുമട്ടുകാരുടെ കിടക്ക അവരുണ്ടാക്കിയത്. അവരതിന് കാശ് മുടക്കി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു കട്ടിലുമൊക്കെ ഇവന് വേണ്ടി ഉണ്ടാക്കി. എന്നിട്ട് ആ കിടക്കയോടെ ഇവനെ ഇറക്കി. ആ കിടക്കയോടെ ഇവനെ തിരിച്ചു പോകുന്നിടത്ത് വന്ന് ഈ കിടക്ക കൊണ്ടുവെക്കൂ, നീ കിടക്ക എടുത്തോണ്ടേ. എന്തിനാ ഈ തിരിച്ചു പോകുന്നിടത്ത് ഈ കിടക്ക എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞത്? എന്തിനാ നിങ്ങൾക്കറിയാം? ഇനി ഇതുപോലുള്ളവരെ കൊണ്ടുവരാൻ അല്ല, ഈ കിടക്ക നിങ്ങൾ കൊണ്ടുവെക്കോ. ഇവനപ്പോൾ തന്നെ തളർന്ന പോലുണ്ട ഇതേ കിടക്കയിൽ ഇങ്ങോട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ഓരോ കിടക്കകൾ, അത് ഉപവാസമാകട്ടെ പ്രാർത്ഥനയാകട്ടെ, അതുണ്ടാക്കി അതിനകത്ത് കയറ്റി അവരിവിടെ കൊണ്ടുവന്ന് വിടുതൽ മേടിച്ചു കൊടുക്കുക. തിരിച്ചു പോകുമ്പോൾ ഇതേ കിടക്ക വീണ്ടും കൊണ്ടുപോവുക, രണ്ടാമത്തവരെ കൊണ്ടുവരാൻ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ഉണ്ടാക്കി എന്ത് ചെയ്യാം? ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവർത്തിക്കാൻ. ദൈവം നമ്മളെ മാനിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ? എന്താ കാര്യം? 153 വലിയ മീൻ കിടപ്പുണ്ട് ഇവിടെ. 1 കിലോയ്ക്ക് 400 എങ്ങാനും കിട്ടും. ഒരു 10, 40, 50 കിലോ വീതമുണ്ട്. അപ്പൊ 100 എണ്ണം 10, 7,000, 8,000 കിലോ മീനുണ്ട്. 10-30 ലക്ഷം രൂപയുടെ സാധനമാ. അപ്പൊ ഇതേലാണോ സ്നേഹം അതോ ഇതാണോ സ്നേഹം എന്നറിയാൻ വേണ്ടിയാ കർത്താവ് വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ? മൂന്നാമത്തെ ഒരു പത്രോസിന് മനസ്സിലായി. കരഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്ക് മീനല്ല പറഞ്ഞത്, എനിക്ക് ഇതൊന്നുമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. എങ്കിൽ നീ എന്റെ വേല ഏറ്റെടുക്ക്, എന്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ. അതുകൊണ്ട് ദൈവമക്കളെ, ജോലിയേക്കാൾ പണത്തെക്കാൾ നമുക്കുള്ള സകലത്തിനേക്കാളും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെയും ദൈവവേലയും സ്നേഹിക്കണം. ദൈവസ്നേഹത്തെ കുറിച്ച് എനിക്ക് പറയാൻ സമയമില്ല. യിരെമ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ദൈവം നിത്യസ്നേഹമാകുന്നു. ദൈവം നിത്യ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹം ഇന്നലെ ഉള്ളതല്ല, അത് മിനിഞ്ഞാന്നുള്ളതല്ല, അത് നിത്യമാണ്. ആദിക്കും അനാദിക്കും അനന്തതയ്ക്കും അപ്പുറത്താണ് നിത്യത. ആദിയുണ്ട്, അനാദിയുണ്ട്, 90-ാം സങ്കീർത്തനം. അതിന്റെ അപ്പുറത്താണ് നിത്യത. ആ നിത്യതയിൽ ഇരുന്നു കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു. മനസ്സിലായോ? ഇല്ല അല്ലേ? എന്റെ കുഞ്ഞെ, ഭൂമി പോലും അന്നില്ല, മനുഷ്യനെന്നില്ല, ഭൂമി എന്നില്ല, ജീവജാലങ്ങളൊന്നുമില്ല. അനന്തമായ നിത്യതയിൽ
ഉണ്ടാകാൻ പോകുന്ന നമ്മളെ ആ നിത്യതയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അതാണ് ദൈവസ്നേഹം എന്ന് പറഞ്ഞ്. അന്ന് മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. ഭൂമി ഉണ്ടായിട്ട് തന്നെ സൃഷ്ടിപ്പിന്റെ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം എന്ന് കാണുന്നു. അതിനു പുറയില്ല നിത്യത. അങ്ങനെ നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ, ജനിക്കാതിരിക്കുമ്പോൾ, ഭൂമി ഇല്ലാതിരിക്കുമ്പോൾ ജനിക്കാൻ പോകുന്ന നമ്മളെ കണ്ടുകൊണ്ട് നിത്യതയിൽ ഇരുന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ ദൈവമാണ്. നമ്മളൊക്കെ സ്നേഹിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത്. നമ്മളൊക്കെ സ്നേഹിക്കുന്ന എപ്പോഴാ? നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടാ. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല സ്നേഹിച്ചത്. മനുഷ്യനുണ്ടാകുന്നതിനു മുൻപേ ഉണ്ടാകാൻ പോകുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് നിത്യതയിൽ ഇരുന്ന് നമ്മെ സ്നേഹിച്ച ദൈവമാണ്. നിത്യതയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? നമ്മളെ കരുതിയോ? എവിടെയാ വാക്യം? എവിടെയാ? 139 സങ്കീർത്തനം. ഒന്നുമില്ലായ്മയിൽ അവയൊക്കെ നിന്റെ പുസ്തകത്തിൽ. ഏത് ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമേറിയവ. നിന്റെ വിചാരങ്ങളുണ്ടോ? ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് എവിടെയാണ്? ആദ്യ ആകാശവും ഭൂമിയില്ലേ? അപ്പൊ ഒന്നുമില്ലായ്മ എപ്പോഴാ? അതിന്റെ പുറയിലല്ലേ? നിത്യതയിൽ ഇരുന്നുകൊണ്ട് ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് ഉണ്ടാകാൻ പോകുന്ന മനുഷ്യനെ കുറിച്ച് നിത്യതയിൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ഹല്ലേലൂയ പറഞ്ഞ എല്ലാരും. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ? നമ്മളൊക്കെ സ്നേഹിക്കുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. എന്നാൽ നിത്യതയിൽ നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് പ്ലാനുകളും പദ്ധതികളും എഴുതി വെച്ചോണ്ട് അവിടെ ഇരുന്ന് അന്ന് നമ്മെ സ്നേഹിക്കാൻ തുടങ്ങി. അതെ ദാവീദ് പറഞ്ഞ്, എന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ അസംഖ്യം, അത് ഒന്നുമില്ലായ്മയിൽ അവന്റെ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചു. അന്ന് ദാവീദോ ഭൂമിയോ ഒന്നുമില്ല. ഓമേ കേട്ടല്ലോ. അപ്പൊ ബാധലുണ്ടായി. എന്താ കാര്യം? ഇട്ടേച്ച് പോയില്ല അല്ലേ? ഉറപ്പുണ്ടോ? രണ്ടാമത് ഇട്ടേച്ച് പോയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തളർന്നില്ല, ക്ഷീണിച്ചില്ല, മടുത്തില്ല, ഉറച്ചു നിന്നു. നമ്മളാണെ കുറച്ചേരം നിന്നേച്ച് എന്ത് ചെയ്യും? തളർന്നു. ഇനി ഇവിടെ നിന്നിട്ട് അതിന് ദൈവം ഉത്തരവാദിയാ. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ചില പ്രശ്നങ്ങളുടെ മുഖത്ത് തളർന്നും ക്ഷീണിച്ചും പുറകോട്ട് പോയിട്ട് എനിക്ക് വഴി തുറന്നില്ലെന്ന് ആരോടാണ് ഈ പരാതി പറയുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ. തളരാതെ നിന്നവന്റെ മുമ്പിൽ, ക്ഷീണിക്കാതെ നിന്നവന്റെ മുമ്പിൽ, മടുക്കാതെ നിന്നവന്റെ മുമ്പിൽ, ഉറച്ചു നിന്നവന്റെ മുമ്പിൽ, സാഹചര്യം നോക്കാതെ വിശ്വസിച്ചവന്റെ മുൻപില് ഇല്ലാത്ത വാതിൽ ഉണ്ടാക്കി തുറന്ന് അവനെ ദൈവം വിളിവിച്ചാണ് അയച്ചത്. ഹല്ലേലൂയ പറ. അപ്പൊ ഉറച്ചിരിക്കണേ. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുക. ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഗസമന തോട്ടം, മർക്കോസ് 14:32 തൊട്ട് താഴോട്ടെ അവിടെ ചില പ്രധാന വിഷയങ്ങളെ അവിടെ യേശു ഗസമന തോട്ടത്തിൽ വന്നപ്പോൾ അവിടെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഗസമന തോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇത് തന്നെ. ഒന്നാമത്തെ പ്രത്യേകത, അവിടെ രണ്ട് നീതികൾ. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ നീതി, പാവിയെ ശിക്ഷിക്കണം. അത് ദൈവത്തിന്റെ നീതിയാ. പല്ലിന് പല്ല്, പുള്ളി കൊടുത്ത പ്രമാണമാണ്. അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല, ആണ് ദൈവത്തിന്റെ. രണ്ടാമത്തെ നീതി കൃപയുടേത്, പാവിയെ വെറുതെ വിടണം. അതും ദൈവത്തിന്റെ നീതിയാ. ന്യായപ്രമാണത്തിന്റെ നീതി അവരെ ശിക്ഷിക്കണം, കൃപയുടെ നീതി വെറുതെ വിടണം. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിൽക്കുക കർത്താവ്. ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറണമെങ്കിൽ ഈ പാപത്തിന്റെ ശിക്ഷ പുള്ളി ഏറ്റെടുത്താലേ അത് നിറവേറത്തുള്ളൂ. കൃപയുടെ നീതി നിറവേറണമെങ്കിൽ നമ്മളെ വെറുതെ വിടണം.
ഇതിന്റെ രണ്ടിന്റെ നടുക്ക് കർത്താവ് നിൽക്കുക. ഇതിനോടൊടക്ക് ഇവിടെ ഒത്തിരി മഹാന്മാരൊക്കെ ജനിച്ചു. പക്ഷെ അവരാരും നീതി നിറവേറ്റിയില്ല. അവരെല്ലാരും വഴി പറഞ്ഞങ്ങ് പോവുകയായിരുന്നു. പക്ഷെ യേശു വഴി പറയല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. ഹല്ലേലൂയ. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, മനുഷ്യനെ തേടി ഏദൻ തോട്ടത്തിലേക്ക് ദൈവം ചെല്ലുകയാണ്, മനുഷ്യൻ ദൈവത്തെ തേടി വരികയല്ല. ദൈവം അങ്ങോട്ട് വെയിലാറുമ്പോ എന്ത് ചെയ്യാ? ഇതാണ് നമ്മുടെ പ്രത്യേകത. മനുഷ്യൻ ദൈവത്തെ തേടുമ്പോൾ മറ്റുള്ള മതങ്ങളിലൊക്കെ, എന്നാൽ നമ്മുടെ ദൈവത്തെ നമ്മൾ തേടുകയല്ല, ദൈവം നമ്മളെ തേടി വരികയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞ, ദൈവത്തെ അന്വേഷിച്ച് ഒരു മലയിലോട്ടും പോകണ്ട, ഒരു കർമ്മമാർഗത്തിന് പോകണ്ട, ഒന്നിനും പോകണ്ട. കാരണം ദൈവം നമ്മളെ തേടി ഇങ്ങോട്ട് വരിക. മറ്റുള്ളവരെല്ലാം ദൈവത്തെ തേടി പോവുക. എവിടെയാ? എങ്ങാണ്ടൊക്കെ മലകളിലും കുന്നേലും ഒക്കെ ആ ദൈവം എന്നും പറഞ്ഞു പോവുക. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ കർത്താവ് എന്താ ഞാൻ പറഞ്ഞത്? ഗെത്സമന തോട്ടം അല്ലേ? അവിടെ വന്നപ്പോഴത്തേനെ പിതാവായ ദൈവം ഭാവിയെ വെറുതെ വിടാൻ വേണ്ടി മനുഷ്യന്റെ പാപമെല്ലാം കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവിന്റെ കയ്യിൽ കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്. ഏത് പാനപാത്രം? പാപം. മനുഷ്യൻ ചെയ്ത പാപമെല്ലാം ഒരു പാത്രത്തിൽ നിറച്ചു അങ്ങോട്ട് കൊടുത്തു. ഇത് തൻ്റെ മുൻപിലോട്ട് വെച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, താൻ നിലത്തു വീണു. നിലത്തു വീണു. മരണവേദന പോലെ താൻ എന്ത് ചെയ്തു? അനുഭവപ്പെട്ടു. തൻ്റെ രക്തം രോമകൂപങ്ങളിൽ കൂടെ വെളി വന്നു. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, നമ്മുടെ പാപത്തിന്റെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളത്, അതിന്റെ കനവ് എത്ര ഉണ്ടെന്നുള്ളത്. അത് കണ്ടപ്പോൾ യേശു വീണുപോയി. വെള്ളത്തിന്റെ മോളിൽ കൂടെ നടന്ന യേശു വീണ സ്ഥലമാണ് ഗെത്സമന. ഹല്ലേലൂയ പറഞ്ഞ്. യെരുശലേം ദേവാലയമൊക്കെ ഇളക്കി മറിച്ച യേശു വീണുപോയ സ്ഥലമാണ് ഗെത്സമന. അത് മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കിക്കേ, മനുഷ്യനോട് സഹായം ചോദിച്ച സ്ഥലമാണ് ഗെത്സമന. യേശു ആരോട് സഹായം ചോദിച്ചിട്ടുണ്ട്? പക്ഷെ പറഞ്ഞു, പത്രോസേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ, യോഹന്നാനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിരേ, ആമേൻ, യാക്കോബെ എനിക്ക് വേണ്ടി പ്രാർത്ഥിര. കാരണം അത്രയ്ക്ക് വലുതായിരുന്നു നമ്മൾ വിളിച്ച ചീത്തയുടെയും, നമ്മൾ വിളിച്ച അനുസരണക്കേടും, നമ്മൾ വിളിച്ച തെറിയുടെ, നമ്മൾ കാണിച്ച പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും അത്രയ്ക്ക് വലുതായിരുന്നു. അത് യേശുവിന് താങ്ങാൻ പറ്റിയില്ല. തൻ്റെ മുൻപിൽ വെച്ചപ്പോൾ താൻ നിലത്തു വീണുപോയി. തൻ്റെ ശരീരമെല്ലാം മരണവേദന പോലെ കഴയ്ക്കാൻ തുടങ്ങി. താൻ പറഞ്ഞു, പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കാണുമോ? പാപത്തിന്റെ ശിക്ഷ മേടിച്ച് പണ്ടേ നമ്മൾ പോയേനെ. ഹല്ലേലൂയ പറഞ്ഞ്, നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയെല്ലാം മേടിച്ചിട്ട് നമ്മൾ നശിച്ചു പോയേനെ. ഇന്നിവിടെ മാന്യതയോടെ ഇരിക്കുന്നതിന്റെ കാര്യം, നിന്റെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്ത് നിന്നെ ഒഴിവാക്കി വിട്ടത് കൊണ്ടാണ് 400 ശമ്പളം മേടിക്കുന്നത്, 500 ശമ്പളം മേടിക്കുന്നത്. ഇന്ന് നീ അനുഗ്രഹത്തോടെ ഇവിടെ ഇരിക്കുന്നത്, ആരോഗ്യവതിയായിരിക്കുന്നത്, മിടുക്കനായിരിക്കുന്നത്, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം പണ്ടേ നിന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയേനെ. പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. അത് മാറിയതിന്റെ കാരണം പുള്ളി ഏറ്റെടുത്തോണ്ടാണ്. അത് പുള്ളി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിലോ ആയുസ് തികയുന്നതിന് മുമ്പേ നമ്മൾ പോയേനെ. സ്തോത്രം, സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നിവിടെ ഇരിക്കുന്നതിന്റെ കാര്യം തന്നെ അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് വെളിയിലെടുത്തു, ആ ശിക്ഷ മാറ്റി. സ്തോത്രം. അപ്പോൾ പാപം വലുതായിരുന്നു കേട്ടോ. യേശു നിലത്ത് വീണു. ഗെത്സമനായുടെ പ്രത്യേകത എന്തുവാ? മനുഷ്യന്റെ സഹായം ചോദിച്ച സ്ഥലം. യേശു 3 വട്ടം നിലത്ത് വീണ സ്ഥലം. മരണവേദന പോലെ യേശു അനുഭവപ്പെട്ട സ്ഥലം. ഇതാണ് ഗെത്സമന ഇവിടെ പ്രത്യേകത. എന്തുകൊണ്ട്? ഈ പാനപാത്രം തന്റെ മുൻപിലേക്ക് വെക്കുമ്പോൾ, പിതാവേ ഇത് മാറ്റണമെന്ന് പറഞ്ഞു യേശു വേദന കൊണ്ട് പുളഞ്ഞു.
ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ഉണർന്നിരുന്നേ, പ്രാർത്ഥിക്കുക. വളരെ ശ്രദ്ധിക്കണേ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 12 കൊട്ട ബാക്കി വന്നത് എല്ലാവർക്കും കൊടുത്തു. പത്രോസൊക്കെ ചുമന്നുകൊണ്ടാണ് വീട്ടിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചുമന്നു ഓരോ കൊട്ട കൊടുത്തു. പിന്നെ പൈസ കരമടയ്ക്കാനില്ലാഞ്ഞപ്പോൾ ഗലീല കടലിൽ മീനിന്റെ വായിൽ പൈസ കരുതി അത് കൊടുത്തു. പിന്നെ രാത്രി മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ രാത്രി തന്നെ നടത്തി എന്ന് ആ പടക് അക്കരെ എത്തിച്ചു. അപ്പമില്ലാത്തപ്പോൾ അപ്പം കൊടുത്തു, പൈസ ഇല്ലാത്തപ്പോൾ പൈസ കൊടുത്ത്, രോഗശാന്തി കൊടുത്ത് 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന പുള്ളിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവര് മാറിക്കിടന്ന് ഉറങ്ങി. അവര് മാറിക്കിടന്ന് നല്ല വിശ്വാസികളാ അല്ലെ. 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് അപ്പവും കൊടുത്തു, വെള്ളവും കൊടുത്തു, പൈസയും കൊടുത്തു, ഇവർക്ക് രോഗശാന്തിയും കൊടുത്തു, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. യേശുവിനൊരു വേദന വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ, 1 മിനിറ്റ് യേശുവിനൊന്ന് ആശ്വാസത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥന സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ഒറ്റ വാക്കിൽ അർത്ഥം പറയാം, ശിഷ്യന്മാര് കൈവിട്ട സ്ഥലം. ഹല്ലേലൂയ പറഞ്ഞ് തന്റെ ജീവിതത്തില് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവരെങ്കിലും എന്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചോടത്ത് കൈവിട്ടിട്ട് പത്രോസ് അവളെ സുഖമായിട്ട് ഉറങ്ങി. ഹല്ലേലൂയ പറഞ്ഞ് ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി തന്ന ദൈവം, ആ ദൈവത്തിന്റെ ചില വിഷമസന്ധികളിൽ, ചില ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആശ്വാസമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ദൈവത്തിനും ദൈവവേലയ്ക്കും വേണ്ടി സപ്പോർട്ട് കൊടുത്ത് ശുശ്രൂഷിക്കാൻ നിനക്ക് പറ്റുകയല്ലേ? പ്രാർത്ഥിക്കാൻ പറ്റുകയല്ലേ? ഇവിടെ കൊണ്ടുവന്ന് വിസ തന്നില്ലേ, ജോലി ഇത്രത്തോളം തന്നില്ലേ, മക്കളെ തന്നില്ലേ, ആരോഗ്യത്തോടെ ഇപ്പോഴും നിൽക്കുന്നില്ലേ, ഇന്നലെ വരെ ഇന്ന് വരെ രോഗസൗഖ്യം തന്നില്ലേ, ഇതുവരെ കർത്താവ് നടത്തിയില്ലേ, എന്തിനാ കർത്താവ് കുറവ് വരുത്തിയത്, അനേക വഴികൾ തുറന്നില്ലേ, ആ ഗുരുവിന്റെ മാർഗത്തിന് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വിഷയത്തിലെ കർത്താവിന് ചില ഭാരം നേരിടുമ്പോൾ, ചില വേദനകൾ നേരിടുമ്പോൾ കർത്താവിനെ കൈവിട്ട് കളഞ്ഞ് മാറിയിരുന്നുറങ്ങി സുഖിക്കുന്ന ശിഷ്യന്മാരെയാണ് ഗെത്സമന തോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, ദൈവവൈദ്യലേ, നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ആമേൻ 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 ആമേ വേലയുടെ കഷ്ടതയിലും പ്രയാസത്തിലും കൈവിട്ടിച്ച് മാറിയിരുന്ന് സ്വന്തം കാര്യം നോക്കുന്ന സ്വഭാവമാണോ, അതോ ഈ രാത്രിയിൽ കർത്താവേ എന്നാലാകുന്നത് എനിക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും, അതെന്റെ കർത്താവിന്റെ വേലയുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് ഈ രാത്രി തീരുമാനിക്കുമോ? അപ്പൊ അവരെ പോലെ എല്ലാം കൈവിട്ട് കളഞ്ഞ് അപ്പം മേടിച്ച് വീട്ടിൽ കൊണ്ട വെച്ച് പിള്ളേർക്കും മക്കൾക്കും ഇഷ്ടം പോലെ കൊടുത്ത് ഗലീലായ മീന്റെ വായിന് കിട്ടിയ പൈസ പോക്കറ്റിൽ ഇട്ട് ടാക്സുമൊക്കെ അടച്ചു സുഖമായിട്ട് വന്നിരുന്നേ. പുള്ളിക്കൊരു വിഷമം വന്നപ്പം പുള്ളിയെ തള്ളിക്കളഞ്ഞു തലകളെ വെച്ച് കിടന്ന് ഉറക്കവാ. ആമേൻ. കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത്, നിർത്തിയ ദൈവത്തെ മറക്കരുത്. നമ്മൾ ഇന്ന് വരെ നിന്നതല്ല, ദൈവം നിർത്തിയതാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെ കർത്താവ് നമ്മെ കൊണ്ടുവരികയാ കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറയാം. പ്രസംഗിക്കാൻ സമയം ഇല്ലാത്തോണ്ടാ. വാക്യത്തിലേക്ക് വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ കിടക്കുക. ആമേ. മത്തായിയുടെ സുവിശേഷം പെട്ടെന്നെടുക്കാം. 27-ാം അധ്യായം. തിരുമേശയുള്ളതുകൊണ്ട് ഞാൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിർത്താം. 27-32 തൊട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആമേ. ആ ക്രൂശിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ചിന്തിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്ന യോഹന്നാന്റെ പ്രത്യേകതകളെ, ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന സഹോദരിമാരെ, അവരുടെ പ്രത്യേകതകളെ ഒക്കെ നമ്മൾ ചിന്തിച്ചു, അല്ലേ? ശിഷ്യന്മാരുടെ ഒക്കെ പ്രത്യേകതകൾ. അത് യോഹന്നാന്റെ കാര്യം എന്താ പറഞ്ഞത്? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ ആ ക്രൂശിന്റെ ചുവട്ടി വെച്ച ആ വലിയ ഉത്തരവാദിത്വം ആരേറ്റെടുത്തു? യോഹന്നാൻ ഏറ്റെടുത്തു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ക്രൂശിന്റെ ചുവട്ടിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളെ ദൈവത്തിന്റെ ചില പദ്ധതികൾ ഏൽപ്പിച്ചാൽ, ദൈവത്തിന്റെ വേലയുടെ ചില ഭാഗങ്ങൾ ഏൽപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമോ?
അത് വിശ്വസ്തരുടെ കൈകാര്യം ചെയ്യോ. യോഹന്നാൻ യേശു പറഞ്ഞപ്പോൾ സ്വന്തം അമ്മയല്ല യേശുവിന്റെ അമ്മയാണെങ്കിലും സ്വന്തം അമ്മയെ പോലെ ആ വേല ഏറ്റെടുക്കാൻ യോഹന്നാൻ തയ്യാറായി. ആമേനാമേ. യോഹന്നാന് ഇന്നലെ വരെ എന്റെ അമ്മയാണ്, എന്നാൽ ഇന്ന് നിന്റെ അമ്മയെന്ന് പറഞ്ഞ് ആ പുതിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ, ആ പുതിയതായിരിക്കുന്ന വേല ഏൽപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി എന്ത് കഷ്ടം വന്നാലും അത് സഹിക്കാൻ മനസ്സോടെ യോഹന്നാൻ ആ ദൗത്യം ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് ഏറ്റെടുക്കുകയാണ്. ആ ബന്ധമാണ് സഭാബന്ധം. കർത്താവായ യേശുവിന്റെ ക്രൂശിന്റെ ചവിട്ടിൽ ഉണ്ടാകുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആ ബന്ധമാണ് സഭാബന്ധം എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാൻ യോഹന്നാൻ തയ്യാറാവുകയാണ്. അത് ദൈവമക്കളെ, ജഡീയ ബന്ധത്തെക്കാൾ അത് വലുതാണ് ആ ബന്ധം. ആമേൻ. എത്ര പേര് അതിന് തയ്യാറുണ്ട്? പിന്നെ പറഞ്ഞ എന്തുവാ? പിന്നെ പറഞ്ഞത് പത്രോസ് മുമ്പ് ഇപ്പൊ പറഞ്ഞ പോലെ പത്രോസ് അപ്പവും മേടിച്ച് പൈസയും മേടിച്ച് രോഗശാന്തിയും മേടിച്ച് എല്ലാം മേടിച്ച് യേശുവിനെ പിടിച്ചപ്പോ പുള്ളി ഓടിക്കളഞ്ഞു. മാർക്കോസ് എങ്ങാണ്ടയിലേ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ആരുമില്ല. പക്ഷേ യോഹന്നാൻ ക്രൂശിന്റെ ചൂട്ടി വന്നു. ആ മനുഷ്യൻ ഓടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ദൈവസ്നേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹം ഉള്ളിലുള്ളവരെ ആമേ നൊമ്പരങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും അവൻ ഓടി മാറാൻ ഒരിക്കലും കഴിയുകയില്ല. അവൻ കഷ്ടതയിലേക്ക് ഇറങ്ങി സഹായത്തിനായി മുന്നോട്ടവൻ വരും. യേശുവിന്റെ വേദനയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ആ ക്രൂശിന്റെ ചോട്ടിൽ വന്ന് യേശുവിനോടൊപ്പം നിൽക്കാൻ യോഹന്നാൻ തയ്യാറായി. മാർക്കോസ് ഓടിക്കളഞ്ഞു, മറ്റുള്ളവരൊക്കെ ഓടിക്കളഞ്ഞു. ഞാൻ ഇന്ന് രാത്രി വീണ്ടും ചോദിക്കുന്നു, സഭയുടെ കഷ്ടതയിൽ ഇറങ്ങി വന്ന് ചേർന്ന് നിൽക്കാനും ആശ്വസിപ്പിക്കാനും തയ്യാറാണോ? തീരുമാനമെടുക്കുവോ? ഈ രാത്രി എന്റെ ചോദ്യത്തിന് വചനത്തിന്റെ മുമ്പില് എത്ര പേര് തീരുമാനിക്കും? യോഹന്നാനെ പോലെ യേശുവിന്റെ വേദനയിൽ ക്രൂശിന്റെ അരികെ നിന്നെങ്കിൽ ആ ക്രൂശിന്റെ വചനവും ആ ക്രൂശിന്റെ വേലയും ആ ക്രൂശിന്റെ ശുശ്രൂഷയും ഒക്കെ നടക്കുന്ന ദൈവസഭയില് കഷ്ടതയിൽ അതിനോട് ചേർന്ന് ഞാനും ഉണ്ടാകും. നൊമ്പരത്തിൽ ഞാൻ ചേർന്നുണ്ടാകും. ഞാൻ ഒരിക്കലും ദൂരേക്ക് മാറിപ്പോകില്ല. പത്രോസ് പോയെങ്കിൽ പോട്ടെ, നിങ്ങൾക്കടുത്ത് നിൽക്കാൻ പറ്റുമോ? ഈ സഭയിൽ എത്രയോ പ്രശ്നങ്ങൾ വരുന്നു, എത്രയോ നൊമ്പരങ്ങൾ ഉണ്ടാകുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ദൂരെ മാറിപ്പോകുന്ന പതിവാണ് പലർക്കും ഉള്ളത്. അടുക്കത്തില്ല പലരും. പ്രൈസ്. എന്നാൽ യോഹന്നാൻ അങ്ങനല്ല. യോഹന്നാന് ദൂരെ മാറിപ്പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മടങ്ങി വന്ന കഷ്ടതയിൽ കൂടെ. സ്തോത്രം. നമുക്ക് കഴിക്കട്ടെ. കള്ളന്മാരെ കുറിച്ച് പറഞ്ഞു. കള്ളൻ എന്താ പറഞ്ഞത്? ഒരു കള്ളൻ പറഞ്ഞു, നീ ഞങ്ങളെ രക്ഷിക്കാ. മറ്റേ കള്ളൻ എന്ത് പറഞ്ഞു? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ കൂടെ. രണ്ടിന്റെ അർത്ഥം ഞാൻ എന്താ പറഞ്ഞു? ഒരുത്തൻ പറഞ്ഞത് താൽക്കാലിക വിടുതൽ, അന്നേരം എനിക്ക് വിടുതൽ കിട്ടും. ഇപ്പൊ എന്റെ ക്രൂശന് അങ്ങനെ താൽക്കാലിക വിടുതലിനല്ല യേശു ഇവിടെ വന്നത്. യേശു ഇവിടെ വന്നത് നിത്യജീവന് വേണ്ടിയാ. ഹല്ലേലൂയ പറഞ്ഞ്. താൽക്കാലിക വിടുതൽ എടുക്കാൻ അറിയാൻ മേലാഞ്ഞാണ്. ഗെത്സമന തോട്ടത്തിൽ യേശു എഴുന്നേറ്റപ്പോ വന്നവരെല്ലാം തെറിച്ചുപോയി. ഒറ്റ വാക്ക് പറഞ്ഞ കാൽവരി കുന്ന് കിന്തിയും തലകുത്തി മറിയും, സ്വർഗീയ സൈന്യം ഇറങ്ങും. പക്ഷെ അതല്ല കുഞ്ഞേ. ആമേ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഉടനെ നടക്കുന്ന രോഗശാന്തിയിലല്ല, ഉടനെ നടക്കുന്ന വിടുതലിലല്ല, ഉടനെ നടക്കുന്ന അത്ഭുതമല്ല. അതെല്ലാം നിത്യതയിലേക്ക് പോകാനുള്ള നമ്മൾക്കുള്ളൊരു വഴി മാത്രമാണ്. യേശു രണ്ടാമത്തെ കള്ളം പറഞ്ഞത്, നിത്യതയിൽ നിന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ എന്നെ കൂടെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ പറഞ്ഞത്. ആ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണം. അതാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത്, ഇപ്പോഴല്ല എനിക്ക് വിടുതല്, ഞാൻ സമശിക്ഷാവിധിക്ക് യോഗ്യനാണ്. എന്നാൽ കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് രാജ്യമുണ്ട്. നീ രാജാവായി വരും. നീ ഭരണം നടത്തും. ആ നിന്റെ രാജ്യമായിരിക്കുന്ന നിത്യതയിൽ എന്നെ കൂടെ ഓർക്കണമേ. പലരും ഇറങ്ങിയിരിക്കുന്ന താൽക്കാലിക വിടുതല്ല, നിത്യതയ്ക്കൊന്നുമല്ല ഇറങ്ങിയിരിക്കുന്നത്. ബിസിനസ് വിജയിക്കണം, കാര്യങ്ങൾ നടക്കണം, അങ്ങനെ പോണം, ഇങ്ങനെ പോണം. അങ്ങനെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള താൽക്കാലിക വിടുതലുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ദൈവമക്കളെ, അതാണോ വേണ്ടത്? ഏത് വീടാ നമുക്ക് വേണ്ടത്? മണലുമേ പണിത് വേണം, പാറമേ പണിത് വേണം? ഏതാ വേണ്ടത്? മണലുമേ പണിത് എടുത്തോ, നല്ല വീടാ, നല്ല സെറ്റപ്പാ.
മണലുമേ വീട് പണിത് നല്ല രസമാണ് കാണാൻ, നല്ല ഒത്തിരി റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ മഴ വരുമ്പോ ഇതങ്ങ് പോകും, മറ്റത് പോകത്തില്ല, നിത്യമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ന്യായവിധിക്കപ്പുറത്തോട്ട് കടന്നു പോകുന്നതിന്റെ പേരാണ് നിത്യത. ഹല്ലേലൂയ പറഞ്ഞ്. കൊടുങ്കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും എല്ലാം താൽക്കാലികമായി ഉണ്ടാക്കിയ വീട് ഇടിഞ്ഞു പോകുന്നത് പോലെ താൽക്കാലികമായ ഈ രോഗശാന്തികളും അത്ഭുതങ്ങളും എല്ലാം അത് അവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ന്യായവിധിക്കപ്പുറത്തേക്ക് പാറമേൽ പണിത വീട് നിലനിൽക്കും, അത് എന്നേക്കും നിലനിൽക്കും. അതാണോ നിങ്ങൾക്ക് വേണ്ടിയത്? അതിനെ ഇറങ്ങിയത് ശിഷ്യന്മാരതിനെ ഇറങ്ങി. ഗുരു, ഞങ്ങൾ നിന്റെ പുറകെ ഇറങ്ങിയത് എന്തിനല്ല? അപ്പത്തിനല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങള് അപ്പം തിന്നതുകൊണ്ടും അടയാളം കണ്ടതുകൊണ്ടുമാണ് എൻ്റെ പുറകെ വന്നത്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. 6-ാം അധ്യായത്തിൽ ഇപ്പൊ പാർശ്വ വായിച്ച് കേൾപ്പിച്ചില്ലേ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ആ അപ്പം വേണ്ട, ഈ ജീവന്റെ അപ്പം ഞങ്ങൾക്ക് അക്കരെ കൊടുത്ത ഇന്നലെ കൊടുത്ത മീൻകറി ഇന്നലത്തെ പാലപ്പം ഉണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടമാണ് പറഞ്ഞു. അത് നമുക്ക് ഇഷ്ടമാണ്, അതിനാ വന്നത്. ഇത് വേണ്ട. എല്ലാരും പോയി. അവസാനം കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൂടെ? ഉടനെ പറഞ്ഞു, ഗുരു, ഞങ്ങൾ അതിന് വന്നതല്ല. ഞങ്ങൾ പറഞ്ഞു, ഗുരു, നിത്യജീവൻ നിന്റെ പക്കലാ, ഞങ്ങൾ അതിന് വന്നതാ. അല്ലാതെ ഞങ്ങൾ താൽക്കാലികമായിരിക്കുന്ന അപ്പത്തിനും മീനിനുമല്ല. ഞങ്ങളുടെ പിതാക്കന്മാര് പണിത 40 വർഷത്തെ ദേവാലയം ഞങ്ങൾക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. സ്വത്രം പറയാം. 1750 കോടി അന്നത്തെ കാലത്ത് മുടക്കിയ പള്ളിയുള്ളവരാ ഞങ്ങള്. അത് വിട്ടിട്ട് ഒന്നുമില്ലാത്ത നിന്റെ പുറകെ നടക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? പോയില്ല. സ്തോത്രം. പോകില്ല, അല്ലേ? നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെ സ്തോത്രം വലിയ ഈ തോമസിന്റെ ഒക്കെ പിതാക്കന്മാരുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഊരപ്പുഴ യാക്കോബ് പള്ളി പണിയാൻ അവരുടെ കുടുംബക്കാരെ സ്ഥലം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വലിയ യാക്കോബ് പള്ളിയൊക്കെ വിട്ടേച്ച് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാലേ, എന്തിനാ വന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ വന്നിരിക്കുന്നത്? നിത്യജീവൻ പ്രാപിക്കാൻ. അതിനകത്ത് അതില്ലാത്തോണ്ടാണ് ഇതിനകത്തോട്ട് വന്നത്. സ്വോത്രം പറയും. അങ്ങനെയാ നമ്മുടെ പിതാക്കന്മാരൊക്കെ. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാ വലിയ പള്ളികളൊക്കെ വിട്ടേച്ച് ഓലഷെട്ടിനകത്ത് വന്നതിന്റെ കാര്യം എന്നു വെച്ചാൽ അതിനകത്ത് ഇല്ലാത്തത് ഈ ഓലഷെട്ടിനകത്തുണ്ട്. ഹല്ലേലൂയ പറഞ്ഞു. എന്തുവാ? നിത്യജീവൻ. ഹല്ലേലൂയ പറഞ്ഞ്. നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞ്. തലയ്ക്ക് വെളിവ് വീഴുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങി. തലയ്ക്ക് വെളിവ് വീഴാനൊരു കാലം ഉണ്ടായിരുന്നു. തലയ്ക്ക് വെളിവ് വീണു. ആർക്കാ? ശമരിയക്കാരത്തി. കുടം താത്തു വെച്ചു. ഓടി അവൾ. എന്താ കാര്യം? അവിടെ തലയ്ക്ക് വെട്ടം വീണു. അവൾക്ക് മനസ്സിലായി, ആ മലയിലും അല്ല ആരാധന, ഈ മലയിലും അല്ല ആരാധന, യെരുശലേമിലും അല്ലെന്നുള്ള ബോധം വീണു. അത്രയും നാള് പുള്ളിക്കാരത്തി വിചാരിച്ചിരുന്നത് ആ മലയിൽ ആരാധനയാണ് വലുതെന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഓർത്തു, ഈ യഹൂദന്മാര് പറഞ്ഞ യെരുശലേമിലെ ആരാധന. ഇപ്പൊ പുള്ളിക്ക് വെട്ടം വെളിവും ഒക്കെ വീണു. കുഞ്ഞ്, ഇതൊന്നുമല്ല ആരാധന. ശരിയായ ആരാധന ആത്മാവിലും സത്യത്തിലുമാണെന്ന് വെട്ടം വീണപ്പോൾ കുടം താത്തു വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, പലതും വിട്ടേച്ചിറങ്ങിയതിന്റെ കാര്യം വെളിവ് വീണിട്ടാ. ഹല്ലേലൂയ പറഞ്ഞു. ആരാധനയെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ശമരിയക്കാരത്തി ഓടി. അല്ലാതെ കണ്ട് പെന്തക്കോസിന്റെ പുറകെ പോയാല് കൊച്ചുങ്ങളെ കെട്ടിക്കാൻ പൈസ കിട്ടും, വീട് വെക്കാൻ കാശ് കിട്ടും. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതെന്നു വെച്ചാൽ അമേരിക്കയിൽ നിന്ന് പാൽപ്പൊടി കിട്ടും എന്നൊക്കെ പറഞ്ഞത്. സത്യത്തിൽ ഇതൊന്നും അല്ല. വെട്ടം വീണു. ആരാധന എന്ന സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അത് വിട്ടേച്ചിറങ്ങുന്നത്. അല്ലെങ്കിൽ ഇനി കണ്ണുകൾ അടച്ച് എല്ലാരും കണ്ണുകൾ അടയ്ക്കാം. സമയം നമ്മുടെ മുമ്പാകെ പോകുന്നല്ലോ. എല്ലാരും കണ്ണുകൾ അടച്ചിട്ട് എല്ലാരും ആമേൻ ഈ സമയം കൂടെ ശ്രദ്ധിക്കാം. തിരുമേശയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്.